കർത്താവിൽ പ്രിയ സ്നേഹിതരെ, ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. ഈ ഞായറാഴ്ച നാം ധ്യാനിക്കുന്ന വിഷയം യേശു ജീവിതത്തിലെ ആത്യന്തിക സ്വാധീനം എന്നതാണ്. നാളെ വിദ്യാലയ വർഷാരംഭ ഞായറാഴ്ചയാണ്. അതുമായി ബന്ധപ്പെട്ടാണ് സഭ യേശു ജീവിതത്തിലെ ആത്യന്തിക സ്വാധീനം എന്ന വിഷയം ധ്യാനിക്കുന്നത്. പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ച എല്ലാ വിദ്യാർത്ഥികളെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ധ്യാനത്തിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന എവങ്കലിയൻ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. സെന്റ് ജോൺ ചാപ്റ്റർ 8 വേഴ്സസ് 12 to 20. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ വാക്യം വായിക്കാം. യേശു പിന്നെയും അവരോട് സംസാരിച്ചു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. ഒരിക്കൽ ഒരു മനുഷ്യൻ വഞ്ചി വീടുകളിൽ നിന്ന് ഒരു പുസ്തകം വായിക്കുകയായിരുന്നു. ഒരു ചെറിയ മെഴുകുതിരി വെട്ടത്തിലാണ് ഈ പുസ്തകം വായിക്കുന്നത്. എന്നാൽ അങ്ങനെ വഞ്ചി വീട്ടിലിരുന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ വലിയൊരു കാറ്റടിച്ച് ഈ മെഴുകുതിരി കെട്ടുപോയി. എന്നാൽ ഈ മനുഷ്യൻ വീണ്ടും എഴുന്നേറ്റ് മെഴുകുതിരി കത്തിക്കാനുള്ള ആ സമയം മെനക്കെടാൻ അയാൾ തയ്യാറായില്ല. കുറച്ചു നേരം കണ്ണും പൂട്ടി ഇരുട്ടിൽ തന്നെ ഇരുന്നു. കുറെ കഴിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അയാൾ താമസിച്ച വഞ്ചി വീടിന് ചുറ്റുമുള്ള പുഴ നല്ല നീല വെളിച്ചത്തിൽ കാണാം. വേണമെങ്കിൽ ആ നിലാവെളിച്ചത്തിൽ ഒരു പുസ്തകവും വായിക്കാം. വെളിച്ചത്തിന്റെ ഈ വിസ്മയം കണ്ട മനുഷ്യൻ കൈകുപ്പി പറഞ്ഞു, എൻ്റെ ചെറുമെഴുകുതിരികളെ നീ കെടുത്തിക്കൊള്ളുക. ഞാൻ കത്തിച്ച ചെറുമെഴുകുതിരിയെ കൊണ്ട് കാണാതെ പോയ നിലാവെളിച്ചം എനിക്ക് തിരികെ തരിക. തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന വെളിച്ചത്തെ ആ മനുഷ്യൻ കാണാതെ പോയത് അയാളുടെ ഉള്ളിലെ അഹന്ത കൊണ്ടാണ്. നമ്മെ ബാധിച്ചിരിക്കുന്ന അഹന്തയെ, അന്ധതയെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന 3 വാക്കുകളുണ്ട്. ഒന്ന് അറിവ്, നെറിവ്, തിരിച്ചറിവ്. നോളജ്, എത്തിക്കൽ കോൺഷ്യസ്നസ്, ഡിസേൺമെന്റ്. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ലഭിക്കുന്നത് അറിവും നെറിവും തിരിച്ചറിവും കൂടെ ചേരുന്ന വെളിച്ചമെന്ന വിദ്യാഭ്യാസമാണ്. അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്ന വിദ്യാഭ്യാസം. വിദ്യാലയ വർഷാരംഭത്തിന് ഏറ്റവും ഉചിതമായ വേദഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യനെ അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നതാണ്. ഇവിടെ ഇരുട്ട് അല്ലെങ്കിൽ അന്ധകാരം എന്നതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് അജ്ഞതയാണ്. അറിവ് നേടാതെ ജീവിക്കുന്നത് അന്ധകാരത്തിൽ ജീവിക്കുന്നതിന് തുല്യമാണ്. യോഹന്നാന്റെ സുവിശേഷം വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള അന്തരത്തെ വ്യക്തമാക്കുന്നുണ്ട്. ഇരുട്ട് അജ്ഞതയുടെ, അന്ധകാരത്തിന്റെ, ആത്മീയ അന്ധതയുടെ പ്രതീകമാണ്. ഇരുളിനെ അകറ്റുന്നത് പ്രകാശമാണ്. യേശു പറഞ്ഞു, ഞാൻ തന്നെ വെളിച്ചമാകും, അന്ധകാരത്തെ നീക്കുന്ന സത്യ വെളിച്ചം. യേശു വെളിച്ചത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം വളരെ പ്രധാനമാണ്. 8-ാം അധ്യായം ആരംഭിക്കുന്നത് യേശു ദേവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞു കൊല്ലണം, വ്യഭിചാര കുറ്റത്തിന് കല്ലെറിഞ്ഞു കൊല്ലണം എന്ന നിയമമാണ്. ശാസ്ത്രിമാരും പരീശന്മാരും യേശുവിനെ, ഈ സ്ത്രീയെ ശിക്ഷിക്കുന്നതിന് വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ. യേശു അവരോട് പറഞ്ഞപ്പോൾ കുറ്റബോധം കൊണ്ട് അവരിൽ ഓരോരുത്തരായി പിരിഞ്ഞുപോയി. ശാസ്ത്രിമാരും പരീശന്മാരും ന്യായപ്രമാണം പഠിച്ച പണ്ഡിതന്മാരാണ്. പക്ഷേ മനുഷ്യത്വവും ദൈവിക നീതിയും മനസ്സിലാക്കുവാൻ അവർക്കിവിടെ കഴിഞ്ഞില്ല എന്നതാണ് സത്യം.
ഇതാണ് ഇരുളിൽ നടക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് നേടുന്നത് നമ്മുടെ ഉള്ളിലെ അന്ധതയെ നീക്കുവാനാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വേദഭാഗമായി ചേർത്ത് ചിന്തിക്കാം. ഒന്ന്, അറിവ് നേടുന്നത് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ്. എന്ത് സ്വാതന്ത്ര്യമാണ്? കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. അതുകൊണ്ട് വചനപ്രകാരം പാപത്തിൽ നിന്നുള്ള വിടുതലാണ് സ്വാതന്ത്ര്യം. പാപം മനുഷ്യനെ അന്ധരാക്കുന്നു, വെളിച്ചം മനുഷ്യനെ സ്വതന്ത്രരാക്കുന്നു. ന്യായപ്രമാണം പഠിച്ച ശാസ്ത്രിമാരും പരീശന്മാരും തങ്ങൾ പഠിച്ച ന്യായപ്രമാണത്തിന്റെ അന്തസത്തയെ ഗ്രഹിക്കാതെ പോയതുകൊണ്ടാണ് വ്യഭിചാര കുറ്റത്തിന് ആരോപിക്കപ്പെട്ട സ്ത്രീയോട് മനുഷ്യത്വപരമായി പെരുമാറുവാൻ അവർക്ക് കഴിയാതെ പോയത്. കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ള സാമൂഹ്യ നീതി, മതപരമായ നീതി, ഈ നീതി വ്യവസ്ഥയെ കർത്താവായ യേശുക്രിസ്തു ദൈവിക നീതി കൊണ്ടാണ് നീക്കുന്നത്. ഇവിടെ കുറ്റം ചെയ്യുന്നവരെ നീതീകരിക്കുന്ന വേദഭാഗമല്ല, ആർക്കും എന്തും കുറ്റം ചെയ്യാം എന്നല്ല അതിൻ്റെ അർത്ഥം. കുറ്റം ആരോപിക്കുന്നവരെ വിലയിരുത്തുന്ന ദൈവിക നീതിയുടെ ഭാഷ്യമാണ്. ദൈവിക നീതി നാം തമ്മിൽ വിധിക്കുന്ന കണ്ണിലല്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നു. പാപം എന്ന അന്ധകാരത്തിന് വിടുതൽ നൽകുന്ന സത്യവെളിച്ചത്തിലേക്ക് നയിക്കുന്ന അറിവാണ് നാം ദൈവവചനത്തിലൂടെ പ്രാപിക്കുന്നത്. കുറ്റം ആരോപിക്കപ്പെട്ട സ്ത്രീയോടും യേശു പറയുന്നുണ്ട്, ഇനിയും നീ പാപം ചെയ്യരുത്, ഇനിയും നീ പാപം ചെയ്യരുത്. പാപത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടാണ് യേശു കർത്താവ് അവളെ പറഞ്ഞയക്കുന്നത്. Education is not merely the transfer of knowledge. It is participation in the light of Christ that liberates minds, restores dignity, and empowers communities. മനുഷ്യനെ അവരുടെ ഡിഗ്നിറ്റിയോട് കാണാനും സ്വീകരിക്കാനും അനുകമ്പയോടെ പെരുമാറാനും സാധിക്കുന്നത് യഥാർത്ഥ വിദ്യാഭ്യാസം നേടുന്നതിലൂടെ സാധിക്കുന്നതാണ്. സ്വാതന്ത്ര്യം, സന്തോഷം എന്നിവയ്ക്ക് ഒരു എവല്യൂഷണറി എക്സ്പ്ലനേഷൻ നൽകേണ്ട കാലത്തിലാണ് നാം ജീവിക്കുന്നത്. ഈ വാക്കുകൾക്ക് പുതിയ തലമുറയുടെ വ്യാഖ്യാനം പരമ്പരാഗതമായി ചിന്തിച്ചതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ജനിച്ച സ്ഥലത്ത് തന്നെ ജീവിച്ച് മരിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷമായി പഴയ തലമുറയിലെ പല ആളുകളും കണ്ടിരുന്നത്. എന്നാൽ അങ്ങനെയുള്ള സന്തോഷത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളെല്ലാം മാറിക്കഴിഞ്ഞു. പുതിയ തലമുറയ്ക്ക് സന്തോഷം ആപേക്ഷികമായി നൈമിഷികമായി കണ്ടെത്തുന്നതാണ്. സ്വാതന്ത്ര്യവും സന്തോഷവും ഈ പശ്ചാത്തലത്തിൽ വളരെ വ്യക്തിഗതമാണ്. എന്നാൽ ആത്യന്തികമായി സ്വാതന്ത്ര്യവും സന്തോഷവും നൽകുന്നത് ക്രിസ്തു മാത്രമാണെന്ന സത്യമാണ് നാം ഭൗതികമായി നേടുന്ന അറിവിനേക്കാൾ അപ്പുറമുള്ള വിവേകത്തോടുകൂടിയുള്ള അറിവിലൂടെ സമ്പാദിക്കേണ്ടത്. രണ്ടാമതായി, ക്രിസ്തു എന്ന സത്യവെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് അറിവ് നേടുന്നതിൻ്റെ പൂർണ്ണത. വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കണം. ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. കർത്താവ് തന്നെ അനുഗമിക്കുന്നവർ ഇരുട്ടിലല്ല വെളിച്ചത്തിലാണ് നടക്കുന്നത് എന്ന് കർത്താവ് പറയുന്നുണ്ട്. അറിവിൻ്റെ മൊണോപ്പൊളിയും കസ്റ്റോഡിയനും തങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ച പരീശന്മാരും ശാസ്ത്രിമാരും അവർ ന്യായപ്രമാണം പഠിച്ചവരാണ്, അവർ അറിവുള്ളവരാണ്. എന്നാൽ കർത്താവ് അവരെ തിരുത്തുവാൻ ശ്രമിക്കുന്നത് അറിവിൻ്റെ ഉറവിടമായ ദൈവത്തെ അനുധാവനം ചെയ്യുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ്. നിർമ്മിത ബുദ്ധി നിയന്ത്രിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഈ ജനറേഷനെ കുറിച്ച് പറയുന്നത് ജനറേഷൻ ദാറ്റ് ഇസ് ഡ്രിവൺ ബൈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നാം എന്ത് വായിക്കണം, പഠിക്കണം, എങ്ങനെ രൂപപ്പെടണം, എങ്ങനെ തീരുമാനമെടുക്കണം എന്ന് നിയന്ത്രിക്കുന്നത് നിർമ്മിത ബുദ്ധിയെ നിയന്ത്രിക്കുന്ന വ്യവസായികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അറിവിൻ്റെ മൊത്തം കച്ചവടക്കാർ. ഭൗതികമായി നാം നേടുന്ന അറിവിനേക്കാൾ ക്രിസ്തു എന്ന സത്യവെളിച്ചത്തിൽ നടക്കുന്നതാണ് ആത്യന്തികമായി നമ്മെ സഹായിക്കുന്നത് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. നിരന്തരമായി പഠിക്കുന്നതിനും
യേശു എന്ന സത്യവെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്ന, നമ്മെ സ്വതന്ത്രരാക്കുന്ന ഈ ആത്യന്തികമായ സത്യത്തിലേക്ക് നാം മുൻപോട്ട് പോകുന്നതിനും അറിവ് വായിച്ചും പഠിച്ചും അനുഭവിച്ചും പ്രാപിക്കുവാനും ശരിയായ വെളിച്ചത്തിൽ ജീവിക്കുവാനും ഇരുട്ടിനെ, അന്ധതയെ മാറ്റുന്ന ക്രിസ്തു എന്ന വെളിച്ചത്തെ പ്രാപിച്ച് നേരും നിറവും അറിവും യഥാർത്ഥമായി ഉണ്ടാകുന്നതിനും അപ്രകാരം സാക്ഷികളായി ജീവിക്കുന്നതിനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.